Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, miss. Okay, നമ്മുടെ എവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നേ? എവിടെ വരെ എടുത്ത് നിർത്തിയിരുന്നു? ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്നേ? അത് ഓർക്കുന്നോ? ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതില് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് വരെ അവിടെ വരെയും കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് അല്ലേ? അവിടെ വരെയും കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ശരി, ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല കേട്ടോ മിസ്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്, വായിച്ച് ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓഫ് നഴ്സിംഗ് ഹോം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോം ആവാം. അപ്പൊ അത്തരം സ്ഥാപനങ്ങളുടെ അത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. So there are regional laws in each state controlling the establishment and standard about the hospital or nursing home. ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോം നിർമ്മിക്കുന്നു, അതിന്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടും അതിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള പ്രാദേശിക നിയമങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഓരോ സ്ഥാപനങ്ങള് അത് എങ്ങനെ സ്ഥാപിക്കാം, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചല്ലേ നമുക്ക് ലൈസൻസ് കാര്യങ്ങൾ തരുന്നത് അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ തരിക അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അങ്ങനെയാണ്. ഒരു ഹോസ്പിറ്റലോ നഴ്സിംഗ് ഹോം മാത്രമല്ല, മറ്റേതൊരു സ്ഥാപനമാണെങ്കിലും നമ്മുടെ നാട്ടിലെ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിരിക്കണം, പെർമിറ്റ് വാങ്ങിക്കണം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതിന്റെ ബേസിസിനെ നമ്പർ ചെയ്യണം, അതിനുശേഷം ബിൽഡിംഗ് നമ്പർ ഇടണം, അതിനുശേഷമാണ് നമുക്ക് ലൈസൻസ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവർ ചെക്ക് ചെയ്തിട്ടല്ലേ നമുക്ക് തരുന്നത് അതെ. അപ്പൊ അത്തരത്തില് കുറെ അധികം നിയമങ്ങള് ഇത്തരം സ്ഥാപനങ്ങള് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രാദേശിക നിയമങ്ങളില് ഒരെണ്ണമാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അതായത് എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി coming under this definition within the regional municipal jurisdiction should be registered under this act. The act is designed to manage the payment of wages, hours of work, leave, holidays, terms of service, and other work conditions of people who are employed in the shop. അപ്പൊ ഇവിടെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാല് ഇവിടെ ഷോപ്പ് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അതിന്റെ നിർമ്മാണം, അതിന്റെ സ്ഥാപനം, എസ്റ്റാബ്ലിഷ്മെന്റ് മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഇത്. ഇതും നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഹോം, ഈ ഒരു ആക്ടിന് പറയുന്ന ഡെഫിനിഷൻസിൽ ഉൾപ്പെടുന്ന ഏതൊരു സ്ഥാപനമാണെങ്കിലും, ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും, ഇവര് പറയുന്ന രീതിയിലുള്ള ഒരു മുനിസിപ്പൽ ജുറിഡിക്ഷന് കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനമാണെങ്കിലും ഇവർ എന്ത് ചെയ്തിരിക്കണം? ഈ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്ട് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേയ്മെന്റ് ഓഫ് വേജസ്, അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ അവേഴ്സ് ഓഫ് വർക്ക്,
എത്ര മണിക്കൂർ അവർ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ അവരുടെ അവധി ദിവസങ്ങള്, മറ്റ് എന്താണ് അവധി, അതുപോലെ തന്നെ മറ്റ് അവധി ദിവസങ്ങൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്, ടേംസ് ഓഫ് സർവീസ് അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എങ്ങനെയാണ്, മറ്റ് വർക്ക് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് ജോലി സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമം കൂടിയാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ എന്തൊക്കെയുണ്ട്? എനി എസ്റ്റാബ്ലിഷ്മെന്റ് legally coming under this definition, അതായത് ഈ നിയമത്തില് ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നിയമത്തിൽ പറയുന്ന നിർവചനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥാപനമാണെങ്കിലും ഈ നിയമപ്രകാരം ഇവരെന്ത് ചെയ്തിരിക്കണം? പ്രാദേശികമായിട്ടുള്ള മുനിസിപ്പൽ അധികാര പരിധിയിൽ ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു സ്ഥാപനമാണോ നിലവിൽ വരാൻ പോകുന്നത്, അത് അത്തരത്തിലുള്ള ഇതിൽ ഉൾപ്പെട്ട ഏതൊരു സ്ഥാപനമാണെങ്കിലും ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നത് the act is designed to manage the payment of wages. ഇത് ആ ഒരു കടയിൽ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അവേഴ്സ് ഓഫ് വർക്ക് അവരുടെ ജോലി സമയം, അവധി, മറ്റ് അവധി കോമൺ ആയിട്ടുള്ള മറ്റ് അവധി ദിവസങ്ങള്, അതുപോലെ ടേംസ് ഓഫ് സർവീസ് അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട നിബന്ധനകള്, അതുപോലെ തന്നെ മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങള് മുതലായവയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമം കൂടിയാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു ആക്ടിന്റെ ഡെഫിനിഷൻ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റല്, അതുപോലെ നഴ്സിംഗ് ഹോം പോലെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ആക്ട് നമുക്ക് അതിനും ബാധകമായിരിക്കും അല്ലെ. ഇതിനുള്ളിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഈ നിയമം നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതുപോലെയുള്ള നഴ്സിംഗ് ഹോമുകൾക്കും ബാധകമായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാലോ. നെക്സ്റ്റ് ആക്ടിലെ അടുത്ത ആക്ടിലേക്ക് പോവാലോ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് PCPNDT ആക്ട്. കേട്ടിട്ടുണ്ടോ ഈ ഒരു ആക്ടിന്റെ പേര്? PCPNDT ആക്ട്. അല്ലെങ്കിൽ ദിസ് ആക്ടിന് വേറൊരു പേരോട് പറയുന്നുണ്ട്, നമുക്ക് വഴിയെ പറയാം കേട്ടോ. The PCPNDT Act was approved on 20th September 1994. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ, ചോദിക്കാറുണ്ട് കേട്ടോ. PCPNDT ആക്ട് എന്താണ് അപ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടത്? 20th September 1994 കേട്ടോ. 20th September 1994 സെപ്റ്റംബർ 20-നാണ് ഈ ഒരു PCPNDT ആക്ട് അംഗീകരിക്കപ്പെട്ടത്. ഇനി the Pre-Conception and Prenatal Diagnostic Techniques Act, ഈ ഒരു PCPNDT എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മളത് പറഞ്ഞല്ലേ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് Pre-Conception Prenatal Diagnostic Technique Act എന്നുള്ളത് കേട്ടോ. PCPNDTയുടെ എക്സ്പാൻഡഡ് ഫോം കിട്ടിയല്ലോ. Preconception and Prenatal Diagnostic Technique Act. അത് ചോദിക്കാറുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് PCPNDTയുടെ? ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോണ്ടേ. Preconception and Prenatal Diagnostic Technique Act. അതാണ് PCPNDTയുടെ എക്സ്പാൻഡ് ഫോം. ഇനി ഈ ആക്ടിനെ മറ്റൊരു പേര് കൂടി അറിയപ്പെടാറുണ്ട്, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്നും അറിയപ്പെടാറുണ്ട്. എന്താണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ? ലിംഗനിർണയ നിരോധന നിയമം. അത് കേട്ടിട്ടുണ്ടോ? ആ ഒരു നിയമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? PCPNDT എന്ന് പറഞ്ഞപ്പോ കേട്ടിട്ടില്ലെങ്കിലും പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആ ഒരു നിയമം കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്തായിരിക്കും അപ്പോ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെങ്കിൽ ലിംഗനിർണയ നിരോധന നിയമം എന്ന് പറയുന്നത്?
എന്തായിരിക്കും? എന്താണ് നിങ്ങൾക്കറിയാവുന്നത്? എന്തായിരിക്കും? ആലോചിക്കേ. ആക്ച്വലി നമ്മളൊന്ന് ആലോചിച്ച് കണക്ട് ചെയ്ത് വെള്ളം പഠിക്കാം കേട്ടോ. ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട. എന്തായിരിക്കും അപ്പോ? ഏത് തരത്തിലുള്ള ലിംഗനിർണയം, എന്തിനു വേണ്ടിയാ ലിംഗനിർണയം നിരോധിക്കുന്നത്? അതെന്തിനു വേണ്ടിയാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനു വേണ്ടിയാ ലിംഗനിർണയം നിരോധിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ലിംഗനിർണയം അനുവദിക്കുന്നുണ്ടോ? ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് അല്ലെ? നമ്മുടെ നാട്ടിൽ ഇപ്പോ ലിംഗനിർണയം അനുവദിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു പ്രഗ്നന്റ് ലേഡീസ് ആയിട്ടുള്ളവര് നമ്മൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മോട് ആ ഒരു കുഞ്ഞ് മെയിൽ ആണോ ഫീമെയിൽ ആണോ പറയാറുണ്ടോ? ബോയ് ആണോ ഗേൾ ആണോ പറയാറുണ്ടോ? അതിന് പറയാൻ അനുവാദമുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് ചോദിക്കാനോ അനുവാദമില്ല, നമുക്ക് പറയാനോ അനുവാദമില്ല അല്ലെ? എന്തുകൊണ്ടാണ് അനുവാദമില്ലാത്തത്? ഈ നിയമത്തിന്റെ കീഴില് അതെന്ത് ചെയ്യുന്നു? തടയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിരോധിക്കുന്നത് കൊണ്ടാണ് അല്ലെ? ഇവിടെ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെങ്കിൽ ലിംഗനിർണയ നിരോധന നിയമം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളില് എന്താണ്? നമുക്ക് ഇത്തരത്തിലുള്ള നമുക്കറിയാം, നമ്മളൊരു ഒരു പ്രഗ്നന്റ് ലേഡീസ് ആയ ആളുകളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് നമ്മള് കുറെ അധികം ടെസ്റ്റുകളിലൂടെയും മറ്റ് സ്കാനിങ്ങിലൂടെയും ഒക്കെ കടന്നു പോയിട്ടാണ് അല്ലെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ പറയുന്ന പ്രൊസീജിയറിനുടനീളം അതിനെയാണ് നമ്മൾ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മുടെ ഗർഭധാരണം കഴിഞ്ഞതിന് ശേഷം ഗർഭധാരണ ആ ഒരു സമയം അല്ലെങ്കിൽ നമ്മൾ ക്യാരിങ് സമയങ്ങളിൽ ആ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത്തരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായ ഒരു പർപ്പസ് എന്താ? നമ്മൾ വളരെ കൃത്യമായിട്ട് പതിവായ ഇന്റർവ്യൂകളിൽ എന്ത് ചെയ്യാറുണ്ട്? സ്കാനിങ്ങുകളും കാര്യങ്ങളും മറ്റു പരിശോധനകളും ചെയ്യാറില്ലേ? ഉണ്ടോ? ചെയ്യാറുണ്ടോ? അമ്മമാരായിട്ടുള്ളവരൊന്നും ഇല്ല ഇതില്? ഉണ്ട്. എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് അത്തരത്തിലുള്ള സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്? കുഞ്ഞിന്റെ വളർച്ചയും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടിയല്ലേ? അല്ലേ? ആണോ? ആ ഒരു കുഞ്ഞിന് നല്ല രീതിയിൽ ആ ഒരു ശിശു നല്ല രീതിയിൽ വളരുന്നുണ്ടോ? കൃത്യം ആ ഒരു ടൈം പീരീഡിനനുസരിച്ച് തന്നെ ആ ഒരു കുഞ്ഞിന് വളർച്ചയുണ്ടോ അല്ലെ? മറ്റെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വളർച്ചയിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ അല്ലെ? ഇപ്പൊ എന്തോരം ടെക്നിക്കുകളാണ് അല്ലെ? നമുക്ക് ആ ഒരു ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പരിശോധനകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ശരിയല്ലേ? കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കില്ല പല കാര്യങ്ങളും നമുക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനും കണ്ടെത്താനും സാധിക്കുന്ന പല ടെക്നിക്കുകളും നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് അല്ലെ? ഉണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്കായിക്കോട്ടെ ഡോക്ടറിനായിക്കോട്ടെ അതിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പക്ഷേ അവര് നമ്മളോട് എന്ത് ചെയ്യാറില്ല? പറയാറില്ല അല്ലെ? പറയാൻ പാടില്ല. പറയാറില്ല എന്നല്ല, പറയാൻ പാടില്ല അല്ലെ? എന്തുകൊണ്ടാണ്? നിയമം അതിനെ നിരോധിക്കുന്നത് കൊണ്ടാണ്. ഈ നിയമത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇത്രയാണ്. ഒന്നാമത്തെ കാര്യം, ലിംഗനിർണയം നടത്താൻ പാടില്ല. ഏത് സമയത്ത്? ഏത് സമയം വരെയാണ്? ഒരു കുഞ്ഞിനെ ജന്മം നൽകിയ കഴിയുന്നതിന് മുൻപ് വരെ. ഓക്കെ, ഡെലിവറി കഴിയുന്ന സമയത്താണ് നമ്മളോട് പറയാം അല്ലെ? ഇന്നതാണ്, അല്ലെങ്കിൽ മീനാണ്, ബോയാണ്, ഗേളാണെന്ന് പറയും. അതിനു മുൻപ് നമുക്ക് ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ ലഭ്യമാണ്. അത്തരം ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. എന്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്? കുഞ്ഞിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്നോർമാലിറ്റീസും കാര്യങ്ങളും കണ്ടുപിടിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പർപ്പസിന് വേണ്ടിയിട്ട് ഇത്തരം പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇത്തരം ടെക്നിക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? ലിംഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തില് നമ്മൾ ലിംഗനിർണയം
നടത്തിയാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? ലിംഗനിർണയം നടത്തിയാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? പ്രശ്നമുണ്ടോ? ഗേളാണോ ബോയ് ആണോ എന്ന് അറിഞ്ഞത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? അങ്ങനെയല്ല മിസ് ചോദിച്ചേ. അതായത് നമ്മൾ പണ്ട് മുതൽ ഇപ്പൊ ഈ നിയമം വരുന്നതിന് മുൻപ് ലിംഗനിർണയം നടത്തുമായിരുന്നു. അങ്ങനെ ലിംഗനിർണയം അറിഞ്ഞു ബോയ് ആണോ അല്ലെങ്കിൽ ഗേൾ ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ബോയ് ആണ് ഗേൾ ആണ് എന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗേൾ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അബോഷൻസ് നടക്കാറുണ്ട് അല്ലെ? അപ്പൊ അത് ഒരിടയ്ക്ക് അത്തരത്തിലുള്ള പെൺഭ്രൂണഹത്യകള് വളരെയധികം വർദ്ധിച്ചിരുന്നു. ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? female feticide that has resulted in declining female sex ratio in India. നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീലിംഗാനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണഹത്യയെ തടയുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ് എന്ത് നിയമം? PCPNPT ആക്ട് അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ായോ? ഇങ്ങനെ ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ പെൺഭ്രൂണഹത്യകൾ കൂടുമ്പോ എന്താ? നമ്മുടെ ഇന്ത്യയിൽ ഫീമെയിൽ സെക്സ് റേഷ്യോ കുറയും അല്ലെ? സ്ത്രീലിംഗാനുപാതം എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്തത്. സോ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീലിംഗാനുപാതം കുറയാൻ കാരണമായിട്ടുള്ള ആ പെൺഭ്രൂണഹത്യകളെ തടയുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ് PCPNPT ആക്ട് അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് 1994 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആക്ട് എന്നാണ് അപ്രൂവ് ചെയ്തത്? 20 സെപ്റ്റംബർ 1994 അതിന്റെ PCPNPT എക്സ്പാൻഡ് ഫോം എന്താ? കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്നു. അല്ല എങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്നും പറയാറുണ്ട്. എന്താണ്? സ്റ്റാറ്റ്യൂട്ട് അപ്രൂവ്ഡ് ഫോർ സ്റ്റോപ്പ് ദ ഫീമെയിൽ ഫീറ്റിസൈഡ് ദാറ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ ഡിക്ലൈനിങ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീലിംഗാനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള ഫീമെയിൽ ഫീറ്റിസൈഡ് ഈ പെൺഭ്രൂണഹത്യയെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് PCPNPT ആക്ട്. ഒന്ന് വായിച്ചു നോക്കിയത്. ക്ലിയർ ആണ്? വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ആണ് MTP ആക്ട്. MTP ആക്ട് എന്ന് പറഞ്ഞാൽ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. MTPയുടെ എക്സ്പാൻഡ് ഫോം ഇതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. ആ വർഷം നോക്കണേ. An act to provide for the stoppage of certain pregnancies by registered medical practitioners and for matters linked therewith. ഇവിടെ ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? പ്രൊവൈഡ് ഫോർ ദ സ്റ്റോപ്പേജ് ഓഫ് സർട്ടൻ പ്രഗ്നൻസീസ്. അതായത് നമ്മുടെ നാട്ടില് എല്ലാ പ്രഗ്നൻസീസും അല്ല, ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ചില ഗർഭധാരണങ്ങൾ നിർത്തലാക്കാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരുപയോഗിച്ചുകൊണ്ട്? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ചില ഗർഭധാരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നിയമത്തിന് കീഴിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിർത്തലാക്കാം. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് MTP ആക്ട് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത്. അല്ലേ?
ആണോ? അബോർഷൻസ് നടത്താറുണ്ട് അല്ലെ? നമ്മുടെ നാടുകളിൽ അബോർഷൻസ് നടത്താറുണ്ട്. പക്ഷെ ഒരു വളരെയധികം എല്ലാവർക്കും അങ്ങനെ അബോർഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അല്ലെ? കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്, ശരിയല്ലേ? കുറെ കണ്ടീഷൻസ് ഇല്ലേ? ഉണ്ടോ? ലീഗലി ഇത് അപ്രൂവ് ആവണമെങ്കിൽ അല്ലെ, ലീഗലി ഇത് കുറെ കണ്ടീഷൻസോട് കൂടി ചെയ്യുന്ന കാര്യം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ അമ്മയും കുഞ്ഞും. അപ്പൊ അമ്മയ്ക്ക് ഈ ഒരു കുഞ്ഞ് ജനിത അല്ലെങ്കിൽ എന്താണ് ക്യാരിങ് ആയപ്പോ മുതൽ അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ ഇതില് അമ്മയുടെ ജീവൻ വരെയും നഷ്ടപ്പെടും എന്ന അത്തരത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസുകളാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ആ പ്രഗ്നൻസീസ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് ഇല്ലേ? അമ്മയുടെ ജീവൻ ആപത്താണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യും? ഈ നിയമത്തിന്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് വ്യക്തമായ പരിശോധനകളുടെ കാര്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ ആ പ്രഗ്നൻസി എന്ത് ചെയ്യാറുണ്ട്? തടയാറുണ്ട് ഇല്ലേ? ഉണ്ടോ? ചെയ്യണ്ടേ? എന്താ അവിടെ ഒരു റിപ്ലൈ ഇല്ലാത്ത? ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ അബ്യൂസ്ഡ് ആയിട്ടുള്ള കേസുകൾ, റേപ്പ് കേസുകളൊക്കെ ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ പ്രത്യേകിച്ച് കുട്ടി മൈനർ ആണെങ്കിൽ, പെൺകുട്ടി മൈനർ ആണെങ്കിൽ ആ പെൺകുട്ടിയുടെയും അവരുടെ ഗാർഡിയന്റെ ഒക്കെ സമ്മതത്തോടു കൂടി ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? അബോർഷൻസ് നടത്താറുണ്ട്. അത് രണ്ടാമത്തെ കേസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അവര് ചിലപ്പോ കുട്ടികളെ ഇപ്പോ വേണ്ട എന്ന് വെച്ചിട്ട് ചിലപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നൻസി ആവുന്ന ക്യാരിങ് ആവുന്ന കേസുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് കപ്പിൾസിലെ രണ്ട് കൂട്ടർക്കും ഈക്വൽ ആയിട്ട് ഒരു തീരുമാനം അവർ ഒരുപോലെ എടുക്കാണ് ഇപ്പൊ കുഞ്ഞു വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനോട് സംസാരിക്കുകയും അവർക്ക് ഇപ്പൊ കുഞ്ഞു വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ നമുക്ക് പ്രഗ്നൻസി എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ നിയമത്തിൽ കുറെ അധികം നിബന്ധനകളോട് കൂടിയിട്ടാണ് അബോർഷൻസ് അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവിടെ ഓൾറെഡി സർട്ടൻ പ്രഗ്നൻസീസ്, എല്ലാ പ്രഗ്നൻസീസും അല്ല, ചില പ്രത്യേക കാരണങ്ങളാൽ അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭങ്ങളിലുള്ള പ്രഗ്നൻസീസ് അത് വ്യക്തമായിട്ട് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ നിയമം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അല്ലെങ്കിൽ MTP ആക്ട് 1971 എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണല്ലോ? ശരി. നെക്സ്റ്റ് വൺ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസിൽ the Biomedical Waste Management and Handling Rules 1998 came into operation in 1998. Biomedical waste must not be mixed with other wastes. ഈ നിയമത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറയുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ നിയമം എന്ന് നിലവിൽ വന്നു, ഏത് വർഷമാണെന്നുള്ളത് പഠിക്കണം കേട്ടോ. 1998 1998 ഈ നിയമം നിലവിൽ വരുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഈ നിയമത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മറ്റു വേസ്റ്റസുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട് ഓഫ് കണ്ടെയ്നർ ഓർ ബാഗ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ ബിഫോർ ഇറ്റ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റസ് ഒക്കെ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗുകളിലോ ആക്കിയിട്ട് എന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്യാം. ആൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ ബിഫോർ ഇറ്റ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ
ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് സംസ്കരണവും നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപായിട്ട് അതായത് ഈ പോയിന്റ് ഓഫ് ജനറേഷൻ എവിടെ നിന്നാണോ ആ ഒരു വേസ്റ്റ് ഉത്ഭവിക്കുന്നത് ആ ഒരു പോയിന്റ് ഓഫ് ജനറേഷൻ ആ ഒരു സമയം മുതൽ തന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ബാഗുകളിലോ ആക്കി എന്ത് ചെയ്യണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്താണ് മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാതെ തന്നെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നതായിക്കോട്ടെ അല്ല ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ അതിന്റെ ട്രീറ്റ്മെന്റും ഡിസ്പോസലും ഒക്കെ അങ്ങനെയായിരിക്കണം ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് കോഴ്സിൽ പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് അത് വർഷം ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത് ചോദിക്കാറുണ്ട് ഈ നിയമം 1998 കേട്ടോ. അത് മറന്നു പോകരുത്, ചോദിക്കാറുണ്ട്. അതുപോലെ ഈ നിയമത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി നോട്ട് മിക്സ്ഡ് വിത്ത് അതർ വേസ്റ്റസ്, മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ആ ഒരു പോയിന്റ് ഓഫ് ജനറേഷൻ എവിടെയാണോ ആ ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് മറ്റു വേസ്റ്റുകളുമായിട്ട് മിക്സ് ആവാതെ അത് കണ്ടെയ്നേഴ്സിലോ ബാഗുകളിലോ ആക്കി സൂക്ഷിക്കുക. അത് നല്ല രീതിയിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റും ഡിസ്പോസലും നടത്തുകയും ചെയ്യുക. വേഗം വായിക്കാം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ശരി, ലാസ്റ്റ് ആക്ടിലേക്ക് പോവാണ് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അപ്പൊ എന്തായിരിക്കും ആ പേരിൽ തന്നെ അറിയാലോ, പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. അപ്പൊ ഇതില് ഈ ആക്ട് എന്ന് പറയുന്നത് an act to ban violence against healthcare service person and to prevent damage and loss to property in healthcare service institution and for matters related therewith. ഈ ഒരു ആക്ട് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അവിടുത്തെ വ്യക്തികളുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ പാടില്ല. കണ്ടിട്ടുണ്ടോ അവിടെ? അത് പണിഷബിൾ ഒഫൻസ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല എന്നാണോ? കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? RTA ആക്ട് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല എന്നാണോ? ഇനി പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ മക്കളെ എനിക്ക് തോന്നാറില്ലേ കുറെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യാറില്ലേ? മുൻപ് നമ്മുടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുൻപുള്ളതല്ലാതെ ഇപ്പൊ നിങ്ങൾ കുറെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് നമ്മളിപ്പോ ഒരു മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളാ പോയിരിക്കും, ജസ്റ്റ് ആ ഡോക്ടറെ കാണും, കൺസൾട്ട് ചെയ്യും പോരും അല്ലെ? പക്ഷെ ഇപ്പൊ നമ്മൾ അല്ലല്ലോ. നമ്മൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാറില്ലേ? അല്ലെങ്കിൽ ചില പേരുകളൊക്കെ കാണുമ്പോ ഇത് ഞാൻ ആ ചാപ്റ്ററിൽ പഠിച്ചതാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ വേണം കേട്ടോ. തോന്നിയില്ലെങ്കിൽ ഇനി തോന്നണം. നമ്മൾ അതിന് വേണ്ടിയിട്ടാ പഠിക്കുന്നത് അല്ലെ?
അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് പഠിച്ചാലും പ്രാക്ടിക്കൽ ആണോ, പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇനി പോകുമ്പോഴാണെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. നമ്മൾ അതിനു മുൻപ് പല പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇനി നമ്മൾ ചെയ്യുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചത് അവിടെ കണക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ കുറെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും, മറന്നും പോവില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമുക്ക് എന്ത് കാര്യം കാണുമ്പോഴാണല്ലോ കുറച്ചുകൂടി മനസ്സിലാവുക അല്ലെ. പഠിക്കുന്നതിനേക്കാൾ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കണ്ടു പഠിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാം. അപ്പൊ ഓരോ സ്ഥാനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നോക്കുക, അപ്പൊ അവിടുത്തെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടോ അവിടുത്തെ ഹോസ്പിറ്റലിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇതുപോലെയുള്ള ആക്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇനി ചെല്ലുന്ന സമയത്ത് കേട്ടോ. അപ്പൊ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത്, ഈ ആക്ട് എന്ന് പറഞ്ഞാൽ ദ ആക്ട് ടു ബാൻ വയലൻസ് എഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് പേഴ്സണൽ, അതായത് ആരോഗ്യ സേവന സ്ഥാപനങ്ങളിലെ വ്യക്തികൾക്കെതിരായ അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ തടയുന്നുണ്ട് അല്ലെങ്കിൽ നിരോധിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് and loss to property in healthcare service institution and for matters related therewith. Loss to property in healthcare, ആ ആരോഗ്യ പരിചരണ സേവന സേവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളെ തടയുന്നതിനുമുള്ളൊരു നിയമമാണ് ഏതാക്ട്, പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സർവീസ്, ആ ഒരു ഹെൽത്ത് കെയർ സർവീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാപനത്തിലെ വ്യക്തികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നിരോധിക്കുന്നുണ്ട് ഈ നിയമത്തിലൂടെ. അതല്ലാതെ ആ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന, ആ സ്ഥാപനത്തിലെ സ്വത്തുക്കൾക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളോ എന്ത് ചെയ്യുന്നു, തടയുന്ന അല്ലെങ്കിൽ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു നിയമം പ്രധാനമായിട്ടും ആ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ വ്യക്തികൾക്കെതിരായിട്ട് എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് നിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ സ്വത്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നതിനെ നിരോധിക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി, ആ വർഷം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. പിന്നെ എടുത്ത ഭാഗം ഒന്ന് വേഗം ഒഴിച്ചിട്ട് നോക്കോട്ടെ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് തേർഡ് മോഡ്യൂളിൽ കംപ്ലീറ്റ് ആവാനുള്ളത്? തേർഡ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, കുറച്ച് ബാക്കി പെൻഡിങ് ഇല്ലേ? നാബ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താ നാബ് തുടങ്ങാം കേട്ടോ. വായിച്ചു കഴിഞ്ഞിരുന്നോല്? ഓക്കെ അല്ലേ? ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോ തേർഡ് മോഡ്യൂളിലെ സ്റ്റാർട്ട് ചെയ്തോ?
എടുത്തുകൊണ്ടിരിക്കുകയാണോ? ശരി, ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് തേർഡ് മോഡ്യൂൾ കഴിയുമല്ലോ അല്ലെ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ 11 ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററില് പ്രധാനമായിട്ടും നമ്മള് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, നാബ് അക്രഡിറ്റഡ് ബോഡിയാണ് കേട്ടോ നാബ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാബ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ? നാബ് എന്താണെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിത്യ കേട്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും? എന്താണ് ഒരു നാബ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു നാബ്? ഈ ഒരു ഭാഗം എല്ലാവർക്കും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭാഗമല്ല. കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലെ? അപ്പൊ ഇതില് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് 4th മോഡ്യൂളില്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോ? എടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ആ ചാപ്റ്ററിലുള്ള ബേസിസ്, അതിന്റെ ബേസിസ് തന്നെയാണ് കേട്ടോ ഇതും കേട്ടോ. ഈ രണ്ട് ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആണ്. അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങളില്ല, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും ഇവിടെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും നാബുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, അതൊക്കെ ഒരുപോലെ തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന പോലെ തന്നെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇതിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് ചാപ്റ്ററും കുറച്ച് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബില് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാബുമായി ബന്ധപ്പെട്ട നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു കാണുമല്ലോ നിങ്ങൾ. അതില് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു പേരുകൾ മാത്രം കേട്ടോ മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളേ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോർമുലാസ് ഉൾപ്പെടെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് ആ ഒരു ഹെഡിങ്സ് വെച്ച് മാത്രം, ജസ്റ്റ് ആ ഒരു പേരുകൾ മാത്രം ഏതൊക്കെയാണെന്ന് മാത്രം മെൻഷൻ ചെയ്ത് പോകുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് പഠിച്ചല്ലോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് നാബിന്റെ പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ പഠിക്കാൻ പോകുന്ന പിന്നെ കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ നാബുമായി ബന്ധപ്പെട്ട ഇതിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ ഏതൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഓരോ ഏരിയാസിലും പ്രധാനമായിട്ടും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗം നോക്കാം. നാബിന്റെ എക്സ്പാൻഡ് ഫോം എന്താണ്? നാബിന്റെ എക്സ്പാൻഡ് ഫോം? നാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എന്താണ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്? എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ PG-യിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവിടെയും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ കോഡ് ഫോർ ഹോസ്പിറ്റൽ വരെയുള്ളൂ. ഹോസ്പിറ്റൽ വരെയുള്ളൂ. നല്ല ചോദിക്കേ. ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. അപ്പൊ ആ ഒരു ഫുൾ ആയിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. ചെറിയ ഭാഗങ്ങൾ വരെയും പോയി കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുമ്പോ ഡൗട്ട്സ് വരാം കേട്ടോ. നമ്മുടെ ഓപ്ഷൻസിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിലും ചോദിക്കാം, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നാബിന്റെ എക്സ്പാൻഡ് ഫോം. ഓക്കെ, അതറിയാലോ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ആദ്യമേ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ക്വാളിറ്റിയുടെ ഡെഫിനിഷനും
അതിൽ പറയുന്ന കുറച്ച് കണ്ടന്റുകൾ അല്ലെങ്കിൽ കുറച്ച് ടേംസ് അത് മാത്രമാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പഠിക്കുന്നത്. അപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ISO കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടില്ലേ? ISO നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. പറയുന്ന സമയത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ISO ക്വാളിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ക്വാളിറ്റി ഡിഫൈൻഡ് ആസ്, അതാണ് ക്വാളിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്. അപ്പോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ISO ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ISO ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണ് the degree to which a series of inherent characteristics fulfill needs. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം മാത്രം. ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അതായത് ഇപ്പൊ ഒരു എന്താണ് എളുപ്പത്തിൽ നമുക്ക് എന്ന് പറയാം, ഒരു ഡ്രസ് മെറ്റീരിയൽ വാങ്ങി, ഒരു ഡ്രസ്സ് വാങ്ങി. ഡ്രസ്സ് വാങ്ങിയപ്പോ നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ പറയാം? നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങും, അപ്പൊ നിങ്ങൾ പറയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാണ്. എന്ത് കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ ക്വാളിറ്റി നല്ലതാണെന്ന് പറയുന്നത്? അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ? ആ തുണിയുടെ അല്ലെ ആ ഒരു മെറ്റീരിയൽ എങ്ങനെയാന്നുള്ളതിന് നോക്കി പറയാം. ശരി, അത് മാത്രമാണോ? ആണോ? വില പറയും. പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലെ. പ്രൈസ് നോക്കിയിട്ട് ചില ആളുകൾ പറയാറുണ്ട് നല്ല ക്വാളിറ്റി ആണ്, പ്രൈസിനനുസരിച്ച് ഓക്കെ ആണ് എന്ന് പറയാറുണ്ട്. ശരി, മെറ്റീരിയൽ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് നല്ല മെറ്റീരിയൽ ആണ്, ഓക്കെ അല്ലെ. പിന്നെ ഈ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ, വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. റിവ്യൂ നോക്കും. ശരി, റിവ്യൂ നോക്കിയിട്ട് അല്ല നമുക്ക് സ്വന്തം തോന്നുക മിസ് ചോദിച്ചേ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, നമ്മളൊരു ഡ്രസ്സ് വാങ്ങി, അപ്പൊ നമ്മൾക്കത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ക്വാളിറ്റിയോടെ നല്ലതാണ്, ക്വാളിറ്റി അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട്, അതെ ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് നാളത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ആണെന്ന് പറയാറുണ്ട്. ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ പലർക്കും പല അഭിപ്രായമാണ്, ശരിയല്ലേ? ഒരു ക്വാളിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോ പലരും പല അഭിപ്രായമല്ലേ ഇവിടെ പറഞ്ഞത്? ആണോ? ഒരൊറ്റ ആൻസർ അല്ലല്ലോ പറഞ്ഞത്, അല്ല അല്ലെ? അത് തന്നെയാണ് ശരിക്കും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി അത് എന്ന് പറഞ്ഞാല് എന്താണ് ഇവിടെ പറയുന്നത്? ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്, അതായത് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസില് ഉണ്ടായിരിക്കുന്ന ആന്തരിക സവിശേഷതകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അത് നമ്മളെ ഫുൾഫിൽ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യകത അത് നിറവേറ്റുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സവിശേഷതകൾ അതിനുള്ളപ്പോഴല്ലേ നമ്മൾ ക്വാളിറ്റി ഉള്ളതാന്ന് പറയാം, അല്ലേ? എല്ലാവർക്കും ഒരു, അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സവിശേഷതകളല്ല നിങ്ങൾ പറഞ്ഞത്, അല്ലെ? ചിലര് പറഞ്ഞു നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട്, അല്ലെ? ചിലര് പറഞ്ഞു അതിന്റെ പ്രൈസ് നല്ല അഫോർഡബിൾ ആയതുകൊണ്ട്, അല്ലെ? ചിലര് പറഞ്ഞു അത് ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട്, ചിലർക്ക് ചിലപ്പോൾ അതിന്റെ കളർ ആയിരിക്കാൻ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ പലർക്കും അതിനെ കുറിച്ച് പല സവിശേഷതകളാണ് അതിന് പറയാനുള്ളത്, ശരിയല്ലേ? ആ പല രീതിയിലുള്ള സവിശേഷതകളെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? ആണോ? ഈ സവിശേഷതകളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ ഒരു കൂട്ടമല്ലേ നമ്മൾ ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തില് എല്ലാ തരത്തിലുമുള്ള അംഗതയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരു കൂട്ടമായി നിന്നുകൊണ്ട് ഫുൾഫിൽ നീഡ്സ്, നമ്മുടെ ആവശ്യകതകളെ നിറവേറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
അപ്പൊ ഒരു പ്രൊഡക്റ്റിനെ വെച്ചത് നിങ്ങൾ ആലോചിക്കണേ. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ISO ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. Degree to which a series of inherent characteristics fulfill needs. എന്താണ്? നമ്മുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസിന് അവയ്ക്കുണ്ടാവുന്ന അന്തർലീനമായിട്ടുള്ള അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള സവിശേഷതകളുടെ ഒരു കൂട്ടത്തെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വാങ്ങുമ്പോ അതിലുള്ള ഒരു കൂട്ടം സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അന്തർലീനമായ സവിശേഷതകളെയാണ് നമ്മള് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? അത്തരം ആ സവിശേഷതകളെല്ലാം കൂടിച്ചേരുമ്പോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അല്ലെ? നമ്മുടെ ആവശ്യകത നിറവേറ്റപ്പെടും. അപ്പൊ നമ്മൾ പറയാം ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയില്ലേ? നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ പറയോ ഇത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ലാതല്ലേ പറയുള്ളൂ അല്ലേ? അതെ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കിയല്ലേ? ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോണേ. അത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമ്മള് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്ന കുറച്ച് വേർഡ്സ്, ഈ ഡെഫിനിഷനിൽ പരാമർശിച്ചിട്ടുള്ള കുറച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ്, നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്, ഇത്തരത്തിലുള്ള വേർഡ്സ്. അത് എന്താണെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിങ്ഷൻ ഫ്യൂച്ചർ. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സവിശേഷതകളാണ് അല്ലെ? അതായത് ഒരു പ്രൊഡക്റ്റിനുള്ള വ്യത്യസ്ത ഗുണങ്ങളെയല്ലേ നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ഒരു പ്രൊഡക്റ്റിനുള്ള ഡിസ്റ്റിങ്ഷൻ ഫീച്ചേഴ്സ്, വ്യത്യസ്ത ഗുണങ്ങളെയല്ലേ അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഗുണങ്ങളെയല്ലേ നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ആണോ? അതെ അല്ലെ? ഒരു പ്രൊഡക്റ്റിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പല പല ഗുണങ്ങളുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ വേർതിരിക്കുന്ന ഗുണത്തെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നീഡ് തന്നെയാണ് കേട്ടോ. നീഡിന്റെ പകരം നമ്മൾ യൂസ് ചെയ്ത ഒരു വേർഡാണ് റിക്വയർമെന്റ്. ഇപ്പൊ ഫുൾഫിൽ നീഡ്സ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഫുൾഫിൽ റിക്വയർമെന്റ്സ് എന്ന് പറയാറുണ്ട്. ആവശ്യകത, അതാണ് അതിന്റെ മലയാളം അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ മീനിങ് അതാണ്. റിക്വയർമെന്റ് അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആവശ്യകത അല്ലെ? അല്ലെങ്കിൽ അസംഷൻ, അനുമാനങ്ങൾ. ദാറ്റ് ഈസ് സ്റ്റേറ്റഡ്, നോർമലി ഇംപ്ലോയ്ഡ് ഓർ ഒബ്ലിഗേറ്റഡ്. ഇതാണ് മാൻഡേറ്ററി. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള നമ്മുടെ ആവശ്യകതകളെ അല്ലെങ്കിൽ അനുമാനങ്ങളെയാണ് നമ്മള് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന ആവശ്യകതകളുണ്ട്, അത് നിറവേറ്റുന്ന എല്ലാ സവിശേഷതകളും ആ ഒരു പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് പറയും? നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയും. ശരിയല്ലേ? അതേസമയം നമ്മുടെ ആവശ്യകതകൾക്കുള്ള രീതിയിലുള്ള സവിശേഷതകൾ അതിനില്ല എങ്കിൽ നമ്മൾ എന്ത് പറയാം? അത് ബാഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറയും. പറയില്ലേ? പറയാറില്ലേ? പറയാറുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മൾ വിചാരിച്ച ക്വാളിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ അത് ബാഡ് ക്വാളിറ്റി ആണെന്ന് പറയാറുണ്ട് അല്ലെ? അതേസമയം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അതിനുണ്ടെങ്കിലോ നല്ല ക്വാളിറ്റി ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ആവശ്യകത എന്താണോ അതിനനുസരിച്ച് അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആവശ്യകതകളാവാം അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്ന അനുമാനങ്ങളാവാം. അങ്ങനെയുള്ള ഏതൊരു ആവശ്യകതയുമാണ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നീഡ് എന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ക്വാളിറ്റിയെ കുറിച്ച് മറ്റൊരു ഡെഫിനിഷൻ ആണ് ഡിഗ്രി ഓഫ് adherence to pre-established criteria or standard. ഇത് നിങ്ങൾ നാമമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഓൾറെഡി നിങ്ങൾ നാമം പഠിച്ചത് കൊണ്ടാണ് ആ ചാപ്റ്റർ ഓൾറെഡി എടുത്തുകൊണ്ടാണ് മിസ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാതിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കി. നാബ് എന്ന് പറയുമ്പോ ഇപ്പൊ നാബിൽ നിന്ന് ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ഇല്ലേ? ഉണ്ടോ? മാനദണ്ഡങ്ങളുണ്ടോ? ഉണ്ട്. വെറുതെ അങ്ങനെ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടുമോ? കിട്ടോ? വെറുതെ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടോ? ഇല്ല അല്ലെ? അപ്പോ അവിടെ നമ്മള് നാമം നിശ്ചയിച്ചിട്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കണ്ടേ? അപ്പോഴല്ലേ ഒരു ഹോസ്പിറ്റലിന് എന്ത് കിട്ടുക അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അംഗീകാരം കിട്ടുക. ശരിയല്ലേ? ശരിയാണോ?
അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. അതായത് എന്താ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിന്, പാലിക്കുന്നത് അല്ലെങ്കിൽ നിറവേറ്റുന്നതിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നാം ഓൾറെഡി സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഓരോ 4 വർഷം കൂടുമ്പോഴും ലാബിന്റെ സ്റ്റാൻഡേർഡുകളിൽ അവർ മോഡിഫിക്കേഷൻസ് വരുത്തി അവർ ഓൾറെഡി മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇത്തരത്തില് അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കണ്ടേ? പാലിക്കണോ? ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ സ്റ്റാൻഡേർഡ് അല്ലല്ലോ അവർ കൊടുത്തിട്ടില്ല. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, മുൻകൂട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കുക അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്. എന്താണ് ക്വാളിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ രണ്ടാമത് പറയുന്നത്? അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നാം ഓൾറെഡി മുൻകൂട്ടി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇല്ലേ? ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിറവേറ്റുന്നതിന്റെ ഒരു അളവാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് അവരവിടെ ഈ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി അല്ലേ? ആണോ? ആ സ്റ്റാൻഡേർഡ്സ് അവിടെ കീപ്പ് ചെയ്യുമ്പോഴല്ലേ ക്വാളിറ്റി ഉള്ള സർവീസുകളും കെയറുകളും അവിടെ കിട്ടുന്നത്? ആണോ? അവര് പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ആ സ്ഥാപനം പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് കിട്ടുക അല്ലെ? അപ്പൊ അതിനു വേണ്ടിയാണല്ലോ അത്തരം മുൻകൂട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തുള്ള സ്റ്റാൻഡേർഡ്സ് നാം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അത്തരം സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നിറവേറ്റുന്നതിന്റെ അല്ലെങ്കിൽ പാലിക്കുന്നതിന്റെ അളവാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്തരം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഡെഫിനിഷൻ മനസ്സിലായോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ, അപ്പൊ ആ ഫസ്റ്റ് പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ശരി, നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇതിൽ വരുന്ന കുറച്ച് ടേമുകളാണ് കേട്ടോ നമ്മൾ ഇനി പഠിക്കുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓരോ ടേം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റില് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ QA എന്താണെന്നുള്ളതാണ്. അപ്പൊ അതിന് ചിലപ്പോ നിങ്ങൾക്ക് ഷോർട്ട് ഫോം ആയിരിക്കട്ടെ ഇനി അങ്ങോട്ടൊക്കെ പറയുമ്പോൾ മിക്കവാറും ക്വാളിറ്റി അഷുറൻസിന് പകരം QA, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് പകരം QI അതൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ അത് ഇന്നതാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈസ് പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റർഡ് ഓൺ പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഉറപ്പ് വരുത്തുക, അതല്ലേ എന്റെ അർത്ഥം അല്ലെ? ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ നോക്കിയേ, ഇസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ആൻഡ് സെന്റർഡ് ഓൺ പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്.
അപ്പൊ ഈ ഒരു ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് എന്തിനാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്? പ്രൊവൈഡിങ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നൽകുന്നതിൽ. എന്തിനെ ബേസ് ചെയ്തുള്ള ആത്മവിശ്വാസം? ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഗുണനിലവാര ആവശ്യകതകൾ നിറവേറ്റുമെന്ന രീതിയിലുള്ള, നിറവേറ്റി നൽകുമെന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ QA എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്, QA എന്ന് പറഞ്ഞാൽ ഇസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് മനസ്സിലായല്ലോ? ആർ സെന്റേർഡ് ഓഫ് പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അതായത് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റുമെന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നിറവേറ്റുമെന്ന ഒരു ആത്മവിശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. മനസ്സിലായല്ലോ? ഇത് എന്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? പ്രൊവൈഡിങ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകുന്നതിൽ. എന്തിനെ ബേസ് ചെയ്തുള്ള ആത്മവിശ്വാസമാണ്? അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സും, ആവശ്യമായിട്ടുള്ള ഗുണനിലവാര ആവശ്യകതകളെല്ലാം നിറവേറ്റുമെന്ന ആത്മവിശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒന്നാണ് ക്വാളിറ്റി അഷ്വറൻസ് അല്ലെങ്കിൽ QA എന്ന് പറയുന്നത്. അതൊന്ന് വേഗം വായിച്ചു നോക്കി, അതിനുശേഷം ബാക്കി പറയാം ട്ടാ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് അവറും മിസ് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരു 5 minutes ബ്രേക്ക് തരാം. അപ്പൊ ആരും ലീവ് ചെയ്തൊന്നും പോകണ്ട കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഒരു 5 minutes ബ്രേക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് അവർ മിസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു 5 minutes കേട്ടോ. 35 ആവുമ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ക്വാളിറ്റി അഷുറൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ QI. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡേറ്റ about a service in ways that enhance the process by which services are given to consumers or patients. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ QI എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ആൻ ഓൺഗോയിങ് റെസ്പോൺസ്, ഒരു തുടർച്ചയായ പ്രതികരണമാണ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡേറ്റ. എന്ത് ചെയ്യുന്നു? ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡേറ്റാസ് കളക്ട് ചെയ്ത് ആ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവാലുവേഷൻ ചെയ്യും. അതിന് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്ന ഒരു തുടർച്ചയായ ഒരു പ്രവർത്തനമാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് ചെയ്യാന്ന് എപ്പോഴും മെച്ചപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്, അല്ലെ? അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുത്തൽ നടത്തുന്നു. എന്തിലും മെച്ചപ്പെടുത്തൽ നടത്തുന്നു? ക്വാളിറ്റിയിൽ, അല്ലെ? ഇപ്പൊ നമ്മളൊരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഇവാലുവേഷൻ നടത്തുന്നു, വിലയിരുത്തൽ നടത്തി ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. In ways that enhance the process by which services are given to consumer or patient. അവിടെ വരുന്ന കൺസ്യൂമേഴ്സിനോ അല്ലെങ്കിൽ പേഷ്യൻസിനോ, നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസ്യൂമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട നടത്തുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെ? അപ്പൊ അവർക്ക് നമ്മൾ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം സർവീസുകളുമായി ബന്ധപ്പെട്ട സർവീസ് മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും വളരെ നല്ല രീതിയിലുള്ള സർവീസ് കിട്ടുന്ന തരത്തില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി തന്നെ ഈ ഒരു സർവീസുകളുടെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, അത് ഇവാലുവേഷൻ നടത്തുന്നു, വിലയിരുത്തൽ നടത്തുകയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ തുടർച്ചയായ ഈ പ്രക്രിയയിലൂടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നല്ല രീതിയിലുള്ള സർവീസുകൾ നൽകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ QI എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് മനസ്സിലായോ? മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? അപ്പൊ പേരുകൾ വരെയൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി ട്ടോ. Then third one ആണ് ക്വാളിറ്റി, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ is a system of management centered on the principle that every member of staff should be committed to keep high standards of work in every aspect of a hospital operation. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM എന്ന് പറഞ്ഞാൽ is a system of management, ഒരു മാനേജ്മെന്റ് സംവിധാനമാണ്. That is centered on the principle that എന്ത് പ്രിൻസിപ്പിളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? That every member of staff should be committed to keeping high standards of work in every aspect of a hospital operation. ശരിയല്ലേ? ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത് ആരാണ്? അവിടെ മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ് ചെയ്യണമെങ്കിൽ ആർക്കാണ് ഇതിന്റെ കമ്മിറ്റ്മെന്റ് ഉള്ളത്? ആരായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത കാണിക്കേണ്ടത്? ആരാണ്? ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിന്റെ മൊത്തത്തില് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ വെരി ഗുഡ് സ്റ്റാഫ് ആണ്, അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനത്തിലും ക്വാളിറ്റി കൊണ്ടുവരുമ്പോഴല്ലേ അത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആവുന്നത്, അല്ലേ? ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ക്വാളിറ്റി കൊണ്ടുവന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. But total quality management എന്ന് പറഞ്ഞാൽ is a management system. ഇതൊരു മാനേജ്മെന്റ് സംവിധാനമാണ്. ഇവിടെ എന്തിന്റെ ബേസിസിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ കൂടുതലും സെന്റർ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്?
എവരി മെമ്പർ ഓഫ് ദ സ്റ്റാഫ്, ആ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും അല്ലെ, എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യണം? കമ്മിറ്റഡ് ടു കീപ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക്. അവര് ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ജോലിയില് ഉയർന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക അല്ലെ. അതിനാര് പ്രതിബദ്ധരായിരിക്കണം അല്ലെങ്കിൽ കാര്യ കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യണം? ഓരോ സ്റ്റാഫുകളും വർക്ക് ചെയ്യണം. ഇൻ എവരി ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ഹൈ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. സ്റ്റാഫ് അതിന് കമ്മിറ്റഡ് ആയിരിക്കണം. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയും അതിനവർ കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കുകയും അങ്ങനെ ആ സ്ഥാപനത്തിൽ ഒരു നല്ല മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. നോക്കിയേ, ഫോർത്ത് വൺ, ടോട്ടൽ ക്വാളിറ്റി കെയർ is the provision of the best possible care through constantly enhancing service to meet or exceed the needs and hopes of the customer. എന്താണ് ഒരു ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു. ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് വെച്ചാൽ എന്താ? പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ അല്ലെ. വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യകതകളും അവരുടെ ഹോപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളും ഒക്കെ നിറവേറ്റുന്ന രീതിയിൽ നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സർവീസുകള് വളരെ തുടർച്ചയായി തന്നെ എന്ത് ചെയ്യുക? സർവീസുകൾ എൻഹാൻസ് ചെയ്യുന്നതിലൂടെ ബെസ്റ്റ് പോസിബിൾ കെയർ കൊടുക്കുക. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലെ, ഏറ്റവും മികച്ച, നമുക്ക് സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പരിചരണം നൽകുക. അതല്ലേ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ? അല്ലെ, ആണോ? അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു ബെസ്റ്റ് പോസിബിൾ കെയർ കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമുക്കത് കൊടുക്കാൻ പറ്റാം? കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സർവീസുകള് മെച്ചപ്പെടുത്തൽ നടത്തണം, വേണ്ടേ? അതിലൂടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും ആവശ്യകതകൾ എന്താണ്, അവരുടെ പ്രതീക്ഷകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നിറവേറ്റി നൽകുന്നതിന് വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ സർവീസുകളിൽ മെച്ചപ്പെടുത്തൽ നടത്തി സാധ്യമായ രീതിയിൽ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ബെസ്റ്റ് കെയർ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ടോട്ടൽ ക്വാളിറ്റി കെയർ എന്താണുള്ളത്? ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ QC. is a procedure or set of procedures that intended to make sure that medical service adheres to a defined set of quality criteria or meet the requirement of the client or customer. അതായത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. is a procedure or set of procedures. ഇത് ഒരു കൂട്ടം നടപടിക്രമങ്ങളെയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു നടപടിക്രമത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം നടപടിക്രമങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. that intend to make sure, ഇതിലൂടെ എന്താണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുക? മെഡിക്കൽ സർവീസസ് adheres to a defined set of quality criteria or meet the requirement of the client or customer. വരുന്ന ഓരോ ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെയും ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ട് അവർ ആ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ആ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ അല്ലെങ്കിൽ ക്ലയൻസിനും അവരുടെ ആവശ്യകതകൾ നിറവേറ്റി നൽകണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഇവര് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നടപടിക്രമത്തെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്വാളിറ്റി കൺട്രോൾ എന്താന്നുള്ളത്? എന്താണ്? ആ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ക്വാളിറ്റി ക്രൈറ്റീരിയ,
ഓൾറെഡി നിർവചിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്വാളിറ്റി ക്രൈറ്റീരിയാസ് ആ ഓരോ മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ടും ഇവര് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലാവുന്നോ? അതിലൂടെ അവിടെയുള്ള ഓരോ കസ്റ്റമേഴ്സിന്റെയും ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യുക. അത്തരത്തിലുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നടപടിക്രമമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്വാളിറ്റി കൺട്രോൾ എന്താന്ന് മനസ്സിലായോ? ഡിഫൈൻ സെറ്റ് ഓഫ് ക്വാളിറ്റി ക്രൈറ്റീരിയാസ് ഇവര് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. ഇനി ISO പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ ആസ്. ഇത് ചോദിക്കാനുള്ളതാണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കണേ. ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഇവിടെ എന്താ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാം നമ്മൾ അത് തന്നെയാണ് പഠിച്ചത്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇത്. പ്രധാനമായിട്ടും എന്തിൽ ഫോക്കസ് ചെയ്യുന്നു? ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഗുണനിലവാരം നമ്മൾ അവിടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയല്ലേ ക്വാളിറ്റി കൺട്രോൾ കുറേയധികം പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നേ അല്ലെ. ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ശരിക്കും കുറേയധികം പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്ന് ആ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനത്തിന്റെ ആവശ്യകതകളെല്ലാം നിറവേറ്റുന്നുണ്ടോ, അതിനനുസരിച്ച് അവിടുത്തെ എല്ലാ ക്രൈറ്റീരിയാസും ഇവര് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ്. ആ ഒരു ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നോക്കിയേ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. നമുക്കറിയാം ഒരു മൊത്തം ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? The process of managing the total quality in hospital operation. അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. എങ്ങനെ? ഇൻ എ വർക്ക്വെൽ ഫാഷൻ, ഒരു മൂല്യവത്തായ രീതിയിൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ഇതിലൂടെ by applying the different hospital quality measures and standards. അല്ലെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പല ക്വാളിറ്റി മെഷേഴ്സും സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും അവിടെ നടപ്പിലാക്കിക്കൊണ്ട് അല്ലെ, അപ്പോഴല്ലേ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം ആവുള്ളൂ അല്ലെ. നല്ല രീതിയിൽ ഹോസ്പിറ്റൽ ക്വാളിറ്റി മെഷേഴ്സും സ്റ്റാൻഡേർഡ്സും എല്ലാം അവിടെ നടപ്പിലാക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന ഒരു പ്രക്രിയയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ഇൻ എ ഡിസൈറബിൾ കണ്ടീഷൻ. സോ ഇത്തരത്തില് നല്ല മെഷേഴ്സും നല്ല സ്റ്റാൻഡേർഡ്സും ഒക്കെ നമ്മൾ അവിടെ നടപ്പിലാക്കി നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമോ? അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ? നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സും മെഷേഴ്സും ഒക്കെ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പറ്റും അല്ലെ. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ആദ്യം മുതൽ കേട്ടോ. ഒന്ന് വേഗം വായിച്ചു നോക്കണേ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കേട്ടോ. അതിനുശേഷം വരുന്നത് നിങ്ങൾ പഠിച്ച ഭാഗമാണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്തേ. ആ ശരി. ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിച്ച ഭാഗമാണ്. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചു കാണാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ പഠിച്ചില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ? അവരുടെ റെസ്പോൺസിബിലിറ്റി, ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി പഠിച്ചില്ലേ? ഇത് അങ്ങനെ തന്നെ പഠിച്ചു കാണുമല്ലോ. ഇതേ സെന്റൻസ് തന്നെ പഠിച്ചിട്ടുണ്ടോ? ഇതാണ്. ഒന്ന് രണ്ട് പേര് മാത്രമാണല്ലോ ഓർമ്മയുള്ളതായിട്ട് പറയുന്നുള്ളൂ. ബാക്കി ആരും പഠിച്ചില്ലേ? അപ്പൊ നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അപ്പൊ നോക്കിയേ, ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ must support the quality assurance program cell at the hospital and be responsible for working out and establishing quality procedures, standards and specification in hospital. ഒരു ക്വാളിറ്റി മാനേജർ, ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം സെല്ലുകൾ, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം സെല്ലുകളെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പിന്തുണയ്ക്കുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് സ്ഥാപിക്കുക, അത് നടപ്പിലാക്കുക, മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം അവിടെ സ്ഥാപിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ഒക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. And he or she must persuade quality improvement in all the processes and procedures of the hospital and share report. അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സുകളും പ്രൊസീജിയേഴ്സും എല്ലാം ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടതും, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകള് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ആ ഒരു പാരഗ്രാഫിൽ എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഒരു ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിനാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നടത്തുന്ന ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ ഈ ഒരു ക്വാളിറ്റി മാനേജർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മറ്റ് ഉത്തരവാദിത്തങ്ങളാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നല്ല ക്വാളിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളായിക്കോട്ടെ, സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളായിക്കോട്ടെ, മറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ട മറ്റു ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം നല്ല രീതിയിൽ രൂപീകരിക്കാനും അതവിടെ നടപ്പിലാക്കാനും ഒക്കെ ഉത്തരവാദിത്തമാക്കുക തന്നെയാണ് ഒരു ക്വാളിറ്റി മാനേജറിനാണ്. അതുപോലെ തന്നെ he or she must persuade quality improvement. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലില് പല പ്രോസസ്സുകളിലൂടെ, പല പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അവിടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ക്വാളിറ്റി ഓരോ സമയത്തും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഓരോ പ്രക്രിയകളുടെയും നടപടിക്രമങ്ങളുടെയും ബന്ധപ്പെട്ട റിപ്പോർട്ടുകള് അധികാരികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ക്ലിയർ ആണല്ലോ? ഇവിടെ പറയുന്നത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ? അടുത്തത് കീ ജോബ് റെസ്പോൺസിബിലിറ്റി. ഇനി ഈ ഒരു ക്വാളിറ്റി മാനേജറുമായി ബന്ധപ്പെട്ട കീ ജോബ് റെസ്പോൺസിബിലിറ്റി ഇത് നിങ്ങൾ അതുപോലെ തന്നെ ഓരോ സെന്റൻസ് പോലും വ്യത്യാസമില്ലാതെ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് പോയിന്റ് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ, നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ മതിയേ. ഫസ്റ്റ് പോയിന്റ്, എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. നമുക്കറിയാം ക്ലിനിക്കൽ സർവീസുകളിൽ ചികിത്സാപരമായിട്ടുള്ള സേവനങ്ങളിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്.
അത് കൂടാതെ ഇത് മാത്രമല്ല കേട്ടോ, അത് കൂടാതെ നോൺ ക്ലിനിക്കൽ സർവീസ് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളിലും ആ കോളേജിൽ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ചികിത്സാപരമല്ലാത്ത സേവനങ്ങളായിട്ടുള്ള ഇപ്പൊ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ നടത്തുക, സെക്യൂരിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ചികിത്സാപരമല്ലാത്ത നോൺ ക്ലിനിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ടും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എൻഷുവറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് OPD ഏരിയാസ്, വാർഡ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസുമായി ബന്ധപ്പെട്ട്, വാർഡുമായി ബന്ധപ്പെട്ട്, ലേബർ റൂമുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട്, പേഷ്യൻസിന് കൊടുക്കുന്ന മറ്റ് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഔട്ട്സോഴ്സ്ഡ് സർവീസുകളുമായി ബന്ധപ്പെട്ടും പുറമെ കൊടുത്ത് പുറത്ത് ഏജൻസികളിലൂടെ അവരുടെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന ഔട്ട്സോഴ്സ്ഡ് സർവീസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു വൃത്തിയും നല്ല രീതിയിലുള്ള ഒരു ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ആ ഒരു ക്വാളിറ്റി എപ്പോഴും എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തേണ്ടത് ഈ ആരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാ, ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ട് പോയിന്റ്സ് വെച്ച് ഒന്നുകൂടി പറഞ്ഞു പോവാട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, നോൺ ക്ലിനിക്കൽ സർവീസുകളിലും അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായിട്ടുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകളുടെയും ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്, അതുപോലെ തന്നെ OPD ഏരിയ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യൻസിന് സൗകര്യം മറ്റു ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഏരിയാസ്, ഔട്ട്സോഴ്സ്ഡ് സർവീസസ് മുതലായവയുമായി ബന്ധപ്പെട്ട് ഒരു വൃത്തിയും ഒരു ക്വാളിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആ രണ്ട് പോയിന്റ്സ് ഓക്കെ ആണോ? ഓൾറെഡി പഠിച്ച കാര്യമാണ്, എന്നാലും മിസ് ഓൾറെഡി പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രണ്ട് പോയിന്റ്സ് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. എന്താ, നമ്മുടെ ചെക്ക് ലിസ്റ്റുകൾ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ ഓരോ വശങ്ങളിലുമുള്ള ആ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ആനുകാലികമായിട്ട് എന്ത് ചെയ്യുക, അസസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുക. അപ്പൊ അതിലൂടെ ആ ഓരോ സ്ഥലങ്ങളിലും ആ ഒരു ഫെസിലിറ്റിയിൽ എത്രത്തോളം സ്കോറിലേക്ക് ആ സ്ഥാപനം എത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്യുക. അപ്പൊ ആ ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഓരോ ഇടത്തെയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്നതിലൂടെ നല്ല സ്കോറിലേക്ക്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നല്ലൊരു സ്കോറിലേക്ക് ഈ ഒരു സ്ഥാപനം എത്തിയിട്ടുണ്ടോ എന്ന് പതിവായിട്ട് പരിശോധിക്കാം. അപ്പൊ നല്ലൊരു സ്കോറിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് അവർ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി, ഇംപ്രൂവ്മെന്റ്സ് വരുത്തി അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. ആനുകാലികമായിട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആനുകാലികമായിട്ട് അസസ്മെന്റുകൾ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുകയും അത് നല്ലൊരു സ്കോറിലേക്ക്, ആ ഒരു ഫെസിലിറ്റി നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ഇനി ആ ഒരു സ്കോറിലേക്ക് എത്തിയില്ല എങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന് ആ ക്വാളിറ്റി നല്ല രീതിയിൽ നല്ല സ്കോർ അറ്റൈൻ ചെയ്ത രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? തേർഡ് പോയിന്റ് മനസ്സിലായില്ലേ? തേർഡ് പോയിന്റ് ഓക്കെ അല്ലേ? ഫോർത്ത് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്, ഗ്യാപ് അനാലിസിസ് that involve action plan on the advice of in charge of the hospital and monitor complaints. എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്? അതായത് ഇന്ന രീതിയിൽ ഒരു ഗ്യാപ്പുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പൊ ഒരു സ്റ്റാഫുകളിൽ നിന്നായിക്കൊണ്ട് ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോ അതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് അത്രയധികം ചിലപ്പോ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ. രണ്ടും ഒരുപോലെ ആവാതെ വരുമ്പോ ഒരു ഗ്യാപ്പ് വരില്ലേ? വരുമോ? അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ലെവൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇല്ലേ? ചിലപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ചിലപ്പോൾ ഉയരത്തിലെത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ?
അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം അല്ലെ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താലല്ലേ സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാ എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവരിക. എന്ത് ആരുടെ അഡ്വൈസോടുകൂടി? ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഇൻചാർജിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശത്താല് ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് അവിടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് കംപ്ലൈന്റ് ചെയ്യാന്നുള്ളത് പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എല്ലാ മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഇവര് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവരികയും സ്റ്റാഫുകൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, ആ ഒരു നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആക്ഷൻ പ്ലാനുകൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഇതാണ് ഫോർത്ത് പോയിന്റുകൾ. മനസ്സിലായോ? എല്ലാം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം പറയണ്ടല്ലോ എന്ന് വിചാരിച്ച മിസ് ഓരോന്നും കണക്ട് ചെയ്ത് നമ്മൾ പോകുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അടുത്തത് ഫിഫ്ത് പോയിന്റ് ആണ്, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അപ്പൊ നമുക്ക് സ്ഥാപനങ്ങളിൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുക. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങോ കാര്യങ്ങൾക്കോ ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക. ക്ലിയർ അല്ലേ? ഫിഫ്ത് പോയിന്റ് ഓക്കെ അല്ലേ? Then sixth one ആണ് ensuring that the hospital meets all regulatory compliances like PNW, എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, ആണോ? അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകുമ്പോ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ വേണം അല്ലെ, കുറെ അധികം റൂൾസ് അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്, കുറെ അധികം റെഗുലേഷൻസ് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ? വേസ്റ്റസ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസും റൂൾസും ഒക്കെ പാലിക്കേണ്ടതായിട്ടില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബ്ലഡ് ബാങ്കില് ബ്ലഡിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ലൈസൻസുകളും കാര്യങ്ങളും ആ ലൈസൻസിൽ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിക്കുക എന്നുള്ളത്. ശരിയല്ലേ? അതുപോലെ തന്നെ AREB അല്ല AERB അല്ലെ, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. AERBയുടെ എക്സ്പാൻഡ് ഫോം എന്താ? റെഗുലേഷൻ, റേഡിയേഷനുമായി ബന്ധപ്പെട്ട ലൈസൻസ് തരുന്ന അതോറിറ്റിയാണ് അല്ലെ, റെഗുലേറ്ററി അതോറിറ്റി അല്ലേ, ആണോ? AERB ഏത് ചാപ്റ്ററിലാ പഠിച്ചേ? റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? AERBയുടെ എക്സ്പാൻഡ് ഫോം എന്താ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. പഠിച്ചോ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാട്ടോ. തെറ്റാണ്, AREB അല്ല AERB എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. AERB ആണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഡ് ഫോം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണേ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചോദിക്കാറുള്ളത് കൊണ്ടാണ് മിസ് പിന്നെയും പറയുന്നേ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൽ നിന്ന് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ ഇവർ നേടേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ലൈസൻസുകളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് പാലിക്കുന്നുണ്ടോ, റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണോ ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തണം? ഒരു ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? 6th പോയിന്റ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ശരി. 7th പോയിന്റ്, കീപ് എ റെക്കോർഡ് ഓൺ നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ് ആൻഡ് ടൈംലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്. എന്താണ് AMC? എന്താണ് AMC? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. പഠിച്ചില്ലായിരുന്നു ഇതൊക്കെ? ചാപ്റ്ററിൽ പഠിച്ചില്ലേ?
അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കേട്ടോ. AMCയുടെ എക്സ്പാൻഡഡ് ഫോം ആണ്. ഇതും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. അപ്പൊ പ്രവർത്തനരഹിതമായിട്ടുള്ള കുറെ എക്യുപ്മെന്റുകൾ ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലില്, നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റുകൾ. സോ അത്തരത്തിലുള്ള പ്രവർത്തനരഹിതമായിട്ടുള്ള എക്യുപ്മെന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. വളരെ സമയബന്ധിതമായിട്ട് തന്നെ അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഈ എല്ലാ എക്യുപ്മെന്റുകളും റിപ്പയർ ചെയ്യാനായിട്ട് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, സജ്ജീകരിക്കുക. അപ്പൊ അങ്ങനെ വളരെ സമയബന്ധിതമായിട്ട് തന്നെ എല്ലാ ഉപകരണങ്ങളും കൃത്യമായ സമയങ്ങളിൽ റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടുകൾ എന്ത് ചെയ്യുക, സജ്ജീകരിക്കുക, സെറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഉപകരണങ്ങളാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ അല്ലേ? ഇത് 7th പോയിന്റ് ഓക്കെ അല്ലേ? 7th പോയിന്റ് ഓക്കെ അല്ലേ? 8th one ആണ് പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipment and vehicles and modernization of the hospital. എന്താണ് 8th പോയിന്റിൽ പറയുന്നത്? പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട്. എന്തിനാ സൂത്രണങ്ങൾ ചെയ്യണം, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. പ്രൊസീജിയേഴ്സ് ടുവേർഡ് അപ്ലിഫ്റ്റ്മെന്റ്, ആ ഹോസ്പിറ്റലിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ എക്യുപ്മെന്റുകളൊക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. എന്താണ്? മുൻകൂട്ടി തന്നെ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും അല്ലെ. ഒരിക്കലും അത് കേടായതിനു ശേഷം മെയിൻ്റനൻസ് വരുന്നതല്ല, അത് കേടാവാതെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രതിരോധ അറ്റകുറ്റപ്പണികൾ, അത് കേടാവുന്നതിന് മുൻപ് തന്നെ കേടാവാതിരിക്കുന്നതിന് വേണ്ടി പ്രതിരോധപരമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നല്ല നല്ല ക്വാളിറ്റി അവിടെ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആസൂത്രണം ചെയ്യുകയും അതവിടെ നടപ്പിലാക്കാനും, അതുപോലെ തന്നെ ഇപ്പൊ വെഹിക്കിൾസിന്, അവിടെ എക്യുപ്മെന്റ്സിന് മാത്രം മെയിൻ്റനൻസ് അല്ല കേട്ടോ, അവിടെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, വാഹനങ്ങളുടെ ഒക്കെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി, ആ ഹോസ്പിറ്റലിന്റെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ നവീകരണം ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുമുള്ള പ്രൊസീജിയേഴ്സ് ആസൂത്രണം ചെയ്യുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം കൂടി ഒരു ക്വാളിറ്റി മാനേജറിനായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? 8th പോയിന്റ് ക്ലിയർ ആണോ? 9th point, to install an virtual grievance redressal system for both for എന്താണ് ഷമി പറഞ്ഞേ? അടുത്ത പോയിന്റ് ആണ് പറഞ്ഞേ. അതെ, 9th point നോക്കിയേ. To install a virtual grievance redressal system both for employees and the patient. എന്താ വിർച്വൽ ഗ്രീവിയൻസ് അല്ലെ, പരാതി പരിഹാര സംവിധാനങ്ങൾ എംപ്ലോയീസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പരാതി നൽകാനും അത് വ്യക്തമായിട്ട് കിട്ടിയ പരാതികൾ നല്ല രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം എന്ത് ചെയ്യുക, സ്ഥാപിക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതൊക്കെ ക്വാളിറ്റിയിൽ വരുന്ന ഭാഗമായിട്ട് വരുന്നതാണ്. പരാതികൾ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ അത് സോൾവ് ചെയ്ത് പോകുന്നത് അല്ലെ. അങ്ങനെ പരാതി പരിഹാര സംവിധാനങ്ങൾ അത് സ്ഥാപിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റി ആണ്. 10th വൺ എന്താ പറഞ്ഞേ? സ്ട്രെങ്തൻ ആണ് കേട്ടോ അവിടെ. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS. എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ KPI എന്താണ് KPI? പറഞ്ഞല്ലോ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അതെ, ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്പൊ ഇത്തരത്തിലുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിലും ഇവയൊക്കെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളും നല്ല രീതിയിൽ റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ അതിനു വേണ്ടി നടത്തിയത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും യഥാസമയം ബന്ധപ്പെട്ട അധികാരികളിലേക്ക് കൈമാറേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പോയിന്റ് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അപ്പൊ ഇവിടെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്താൻ വരുന്ന അതോറിറ്റീസ്, അപ്പൊ നമുക്ക് അക്രഡിറ്റേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ബോഡീസ് ഒക്കെ അവിടെ അസസ്മെന്റ് നടത്താൻ വരുമ്പോൾ അത്തരം അതോറിറ്റിയുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹകരിച്ചേണ്ടതും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് ആ ക്വാളിറ്റിയെ കുറിച്ച് എന്ത് വേണം, ഒരു എഡ്യൂക്കേഷൻ വേണം, വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ആ മാനദണ്ഡങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അവിടുത്തെ എംപ്ലോയീസിന് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ? ക്വാളിറ്റി മാനേജർ ആണ്. അപ്പൊ അങ്ങനെ അവർക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എങ്കിൽ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ലാസ്റ്റ് വൺ ആണ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. അപ്പോ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിഫറെന്റ് കമ്മിറ്റീസ് ആയിട്ട് രൂപീകരിച്ച് അവരിലൂടെ ഈ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവിടെ പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് എന്താണ് ഡിഫറെന്റ് ഹോസ്പിറ്റൽ കമ്മിറ്റീസ് രൂപീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അതിനുശേഷം ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ. നോക്കി, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇസ് എ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് across the hospital of our country. ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാണ്? The hospital of our country. നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം രോഗികളുടെ പേഷ്യന്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്ന രോഗികളുടെ സംതൃപ്തിയാണ് കേട്ടോ. രോഗികളുടെ സംതൃപ്തിയും അതുപോലെ തന്നെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം ആ ഹോസ്പിറ്റലിലെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങളിൽ എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സംതൃപ്തി മെച്ചപ്പെടുത്താനും സാധിക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. നമ്മൾ ഓർഗനോഗ്രാം ഒക്കെ പഠിച്ചല്ലോ, അതുപോലെ ഒരു സ്ട്രക്ചർ ആണ്. നോക്കിയേ, ഫസ്റ്റ് വരുന്നത് ഡയറക്ടർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ടോപ്പ് മാനേജ്മെന്റിൽ വരുന്ന ആളുകളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരിക. അവരുടെ കീഴിൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഫസ്റ്റ് ആണ് സിഇഒ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ടുള്ള സിഇഒ ഉണ്ടായിരിക്കും. അതുപോലെ മെഡിക്കൽ സൂപ്രണ്ടന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലാണെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും അടുത്ത പൊസിഷനിൽ വരിക. ഇവരുടെ കീഴിൽ വരുന്ന വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ ഉണ്ടാവും. അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ 2 വിഭാഗം വരുന്നുണ്ട്. ഒരു വിഭാഗം ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, അവരുടെ കീഴിൽ ക്വാളിറ്റി കോർഡിനേറ്റേഴ്സ്, അവരുടെ കീഴിൽ ക്വാളിറ്റി അസിസ്റ്റന്റുകൾ വരുന്നുണ്ട്. അടുത്ത വിഭാഗം റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ. ഇത്രയും പേര് അടങ്ങുന്നതാണ് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ കീഴിൽ സിഇഒ, അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ട്, അതിന്റെ കീഴിൽ 2 കൂട്ടരുടെയും കീഴിലായിട്ടാണ് ക്വാളിറ്റി മാനേജർ വരിക. അതിന് കീഴിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, അതിന് കീഴിൽ 2 സെക്ഷൻ ആയിട്ട് തിരിഞ്ഞ് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, അതിന് കീഴിൽ ക്വാളിറ്റി കോർഡിനേറ്റർ, അതിന് താഴെയായിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റ്. അടുത്ത സെക്ഷൻ എന്താ? റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ പ്രതിനിധികൾ. വേഗം വായിച്ചു നോക്കി അവിടെ വരെ. അതിനുശേഷം നമ്മൾ പുതിയൊരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് കടത്താണ് അക്രഡിറ്റേഷൻ കേട്ടോ. അക്രഡിറ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാം. വളരെ എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ, അല്ലെ? ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ ഒരു സ്ഥാപനത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പൊതു അംഗീകാരത്തെയല്ലേ സൂചിപ്പിക്കുന്നത്, അല്ലെ? ഒരു സ്ഥാപനത്തിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞ ഒരു പബ്ലിക് റെക്കഗ്നിഷൻ അല്ലേ? അതെ, നല്ല രീതിയിലുള്ള ഒരു പദവിയാണ്, അല്ലെ? ഒരു പൊതു അംഗീകാരം അല്ലെങ്കിൽ ഒരു പൊതുവായി നല്ലൊരു അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത്, അല്ലെ? ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ്, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചു വിചാരിക്കാം. It is done through an independent external evaluation of that organization level of performance in connection with the standard, അല്ലെ? ഒരു ലാബിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ് നടക്കുന്നത്, ശരിയല്ലേ? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷൻ, പുറമേ ഉള്ളൊരു ബാഹ്യ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെ? അല്ലെ? ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള ആളുകൾ തന്നെ വിലയിരുത്തിയാണോ അംഗീകാരം കൊടുക്കുന്നത്? ആണോ? അല്ല, ഹോസ്പിറ്റലിനുള്ളിലുള്ള ആളുകളല്ലല്ലോ. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ബോഡി ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. എന്തിന്റെ ബേസിസിലാണ് വിലയിരുത്തുന്നത്? ഓർഗനൈസേഷന്റെ ലെവൽ ഓഫ് പെർഫോമൻസ്, അല്ലെ? അവർ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട്, ആ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അതല്ലേ നോക്കുന്നത്, അല്ലെ? ആ സ്റ്റാൻഡേർഡ്സിന് അനുസൃതമായി ആ ഓർഗനൈസേഷൻ അവരുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എത്ര നന്നായിട്ട് അവരുടെ പെർഫോമൻസ് ലെവൽ, അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് അവിടെ അക്രഡിറ്റേഷൻ നൽകുന്നത്, അല്ലെ? ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം അനുസരിച്ചല്ലേ നൽകുക, അല്ലാതെ വെറുതെ നൽകുകയല്ലോ, അല്ല, അല്ലെ? അപ്പൊ അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു എ പബ്ലിക് റെക്കഗ്നിഷൻ, ഒരു പൊതു അംഗീകാരത്തെയാണ് അക്രഡിറ്റേഷനിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അത് എന്തിലൂടെയാണ് നടത്തുക? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിൽ ആ ഓർഗനൈസേഷന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കണക്ഷൻ ടു ദ സ്റ്റാൻഡേർഡ്, അവരെ ആ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവർ സ്റ്റാൻഡേർഡ് പാലിച്ചുകൊണ്ട് നല്ല ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് അവരെ വിലയിരുത്തൽ നടത്തുകയും അവർക്ക് അംഗീകാരം നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? അത് അവിടെ വരെ ഓക്കെ ആണോ?
സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി. ശരിയല്ലേ? ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റഡ് അല്ലെങ്കിലും അവർക്ക് വർക്ക് ചെയ്തൂടെ? ഒരു ഹോസ്പിറ്റൽ അംഗീകാരം എടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണോ? ഒരു അക്രഡിറ്റേഷൻ കിട്ടണം എന്നുള്ളത് ഒരിക്കലും അല്ല കേട്ടാ. എല്ലാ ഹോസ്പിറ്റലും, നമ്മുടെ നാട്ടിലെ എല്ലാ ഹോസ്പിറ്റലും അക്രഡിറ്റേഷൻ ഉണ്ടോ? എല്ലാ ഹോസ്പിറ്റലും അക്രഡിറ്റേഷൻ ഉണ്ടോ? നമ്മൾ പോയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലും അക്രഡിറ്റേഷൻ ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എല്ലാ ഹോസ്പിറ്റലും അക്രഡിറ്റേഷൻ ഒന്നുമില്ല കേട്ടാ. അത് നോൺ കമ്പൽസറി ആണ്, നിർബന്ധമല്ല. ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ്. അതിന് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ അതിൻ്റെതായ ബെനിഫിറ്റുകൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും കേട്ടോ. ബെനിഫിറ്റ് ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം മാനദണ്ഡങ്ങൾ, കുറെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മിക്ക സ്ഥാപനങ്ങളും അക്രഡിറ്റേഷന് വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൽ എല്ലാവർക്കും അക്രഡിറ്റേഷൻ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് നിർബന്ധമല്ല. ആ സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം, അല്ലായെങ്കിൽ വേണ്ട. മനസ്സിലാവുന്നോ? ഇറ്റ്സ് എ നോൺ കമ്പൽസറി ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അക്രഡിറ്റേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് ഒരിക്കലും കമ്പൽസറി ആയിട്ടുള്ള, നിർബന്ധിതമായിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം, അല്ല എങ്കിൽ നിർബന്ധമില്ല. മനസ്സിലായോ? ഇറ്റ്സ് ആൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ടൈമില് ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? അതവിടെ ആ ഒരു കിട്ടുന്ന സമയത്ത് മാത്രം മതിയോ? പാലിച്ചാൽ മതിയോ? ആ അക്രഡിറ്റേഷൻ കിട്ടുന്ന സമയത്ത് മാത്രം അവരത് പാലിച്ചാൽ മതിയാവോ സ്റ്റാൻഡേർഡ്സ്? ഇല്ല. അതൊരു തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാ പറയുന്നത്. ഒരു പ്രാവശ്യം ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അതേ സ്റ്റാൻഡേർഡ്സ് അവര് ഉടനീളം കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്യണം? നിലനിർത്തണം. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ സർപ്രൈസ് ആയിട്ടുള്ള അസസ്മെന്റുകളൊക്കെ, ലാഭൊക്കെയാണെങ്കിൽ സർപ്രൈസ് അസസ്മെന്റുകളൊക്കെ നടത്തുണ്ടാ, പെട്ടെന്ന് പരിശോധനകളൊക്കെ നടത്താൻ വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഇവർ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല. എല്ലാ വശങ്ങളിലും ഒരേപോലെ കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ലാബിന്റെ അക്രഡിറ്റേഷൻ അവർ ക്യാൻസൽ ചെയ്ത് കളയാ ചെയ്യാം. അപ്പൊ അതുപോലെ ഇപ്പൊ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2-3 മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ ഇതിന്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നാബ് ആണെങ്കിലും ഏത് സ്ഥാപനം, അപ്പൊ നാബിന്റെ കേസാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അപ്പൊ നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. നാബിലാണെങ്കിൽ അക്രഡിറ്റേഷന് വേണ്ടി ഒരു സ്ഥാപനത്തിന് എലിജിബിൾ ആവണമെങ്കിൽ, അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നാബ് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഇവർ പാലിക്കണം. മനസ്സിലാവുന്നോ? ഒരു നാബ് പറഞ്ഞ കുറെ മാനദണ്ഡങ്ങളുണ്ടല്ലോ, സ്റ്റാൻഡേർഡ്സ് ഇല്ലേ? നാബ് പറയുന്ന സ്റ്റാൻഡേർഡ്സ്, അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് നാബ് സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് ഇവരൊരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും ഈ സ്ഥാപനത്തിൽ നിലവിൽ കണ്ടിന്യൂസ് ആയിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിനാണ് നാബിലേക്ക് അക്രഡിറ്റേഷൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലായോ? ആ പോയിന്റ് എന്താന്ന് മനസ്സിലായോ? ഒരു 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ് ഇവര് പാലിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പാലിച്ച് ഒരു 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിനാണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് നാബുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്തു, നമ്മള് ഓൺലൈനായിട്ട് ഫോമുകൾ സബ്മിറ്റ് ചെയ്തു, ഡോക്യുമെന്റ്സ് അയച്ചു. അവര് നാബ് അതിൻ്റെതായിട്ടുള്ള അസസ്മെന്റ് ടീമിനെ വെച്ചിട്ടുണ്ടാവും. അവര് വന്ന് വിലയിരുത്തൽ നടത്തും. എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കൃത്യമായ സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഇവർക്ക് അംഗീകാരം അല്ലെങ്കിൽ അപ്രൂവല് കൊടുക്കും. അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് ചിലപ്പോൾ അതുപോലെ സ്ഥാപനങ്ങൾക്ക് അനുസൃതമായി ചിലപ്പോൾ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 4 വർഷത്തേക്കൊക്കെ ആയിരിക്കും അപ്രൂവൽ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ലൈസൻസ് കിട്ടുമ്പോൾ എങ്ങനെയാ? അല്ലെങ്കിൽ ജസ്റ്റ് ലൈസൻസ് വേണ്ട, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാണ്. നമ്മൾ വണ്ടിക്ക്, വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാറില്ലേ? ഓരോ വർഷം കൂടുമ്പോ നമ്മളത് പുതുക്കില്ലേ? പുതുക്കോ? ഇപ്പൊ 2 വർഷത്തേക്കോ ആണ് എടുത്തെങ്കിൽ 2 വർഷം കൂടുമ്പോ നമ്മൾ പുതുക്കും അല്ലെ? അപ്പൊ ആ ഒരു കാലാവധി. അപ്പൊ ഇവിടെ ലാഭം ഇതുപോലെ തന്നെ ഒരു വാലിഡിറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റിന്. മനസ്സിലാവുന്നോ? അക്രഡിറ്റേഷൻ ചിലപ്പോൾ 2 വർഷത്തേക്ക് ആവാം, 1 വർഷത്തേക്ക് ആവാം, 3 വർഷത്തേക്ക് ആവാം, 4 വർഷത്തേക്കും ആവാം.
അപ്പൊ അങ്ങനെ എത്ര വർഷത്തേക്കാണോ ആ ഒരു സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നത് അത്രയും വർഷം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് പാലിക്കണം. അങ്ങനെ പാലിച്ചു പോകുന്നതിനിടയിൽ സർപ്രൈസ് അസസ്മെന്റുകൾ കാര്യങ്ങൾ വരാം. ആ സമയങ്ങളിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് അത് പാലിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നാവിന് വേണമെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 3 വർഷത്തേക്കാണ് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തോ, ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് എടുത്തേ. അപ്പൊ ആ ഒരു നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും നമുക്ക് ഇൻഷുറൻസ് എന്ത് ചെയ്യാറുണ്ട്, നമ്മള് പുതുക്കാറുണ്ട്, റിന്യൂ ചെയ്യാറുണ്ടോ? അപ്പൊ നമ്മൾ റിന്യൂ ചെയ്യുന്നത് എപ്പോഴാ? ആ ഒരു വാലിഡിറ്റി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണോ റിന്യൂ ചെയ്യാം? അല്ല, ആ ഒരു ഡേറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് നമ്മൾ റിന്യൂ ചെയ്യാൻ കൊടുക്കും. ശരിയല്ലേ? കൊടുക്കൂലേ? കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവരും എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു 4 വർഷത്തെ വാലിഡിറ്റി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇതിന്റെ ഡേറ്റ് ഉണ്ടാവുമല്ലോ. അതിനൊരു 6 മാസം മുമ്പെങ്കിലും ഈ റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ഫോംസും കാര്യങ്ങളും പിന്നെയും നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ ഈ ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു 6 മാസത്തിനുള്ളിൽ അവരുടെ അസസ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞ് അവർ ഓക്കെ ആണ്, പിന്നെയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുതുക്കി നൽകുകയാണ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നൊരു മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ PG-യിൽ വരുന്നുണ്ട്, PG-യിലേക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അവിടേക്കും വരുന്നുണ്ട് ഇത് അക്രഡിറ്റേഷനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, പ്രോസസ്സും സ്റ്റെപ്പും ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ആ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഒന്ന് പഠിച്ചു പോകാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ല, സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് എന്ത് ചെയ്യണം, പാലിച്ച് പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വളരെ എളുപ്പത്തിലുള്ള ഭാഗമാണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇവിടെ വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. നോട്ട്സും കാര്യങ്ങളും ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.